നമുക്കൊരു മഹാരാഷ്ട്രൻ സ്റ്റൈല് ഡാൽ ചാവൽ ഉണ്ടാക്കാം. ഡാലും ചോറും ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരി ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചു. അരി കഴുകിയെടുത്തു. ഈ വെള്ളത്തിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കാം, കാരണം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, അതിനകത്തേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനത് ഇച്ചിരി കുറച്ചൊരു 10 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കൊരു ഡാൽ കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ട നമ്മുടെ തോരപ്പരിപ്പ് ഒരു കുറച്ച് എടുക്കാം. അതിൻ്റെ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് കൂടെ രണ്ടും കൂടെ മിക്സാക്കിയാണ് ഞാൻ വെക്കുന്നത്. 2-3 പേർക്ക് കഴിക്കാനുള്ളത് പറയുന്നത് ഇത്ര എടുത്ത് ഇനി നമുക്കിത് കഴുകിക്കൊണ്ട് വരാം. അത് 2 പച്ചമുളക് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിടാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വേകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതാ കുക്കറി വെച്ചു. 2-3 സീറ്റ് വരുമ്പോഴത്തേന് അത് വെന്ത് കിട്ടും. അത് വേകുന്നതോടൊപ്പം നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. ഇതാ അവിടെ വെള്ളം ഊറ്റിക്കളയാൻ പോകട്ടോ. ഇനി നമ്മുടെ ഡാലൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഡാലിവിടെ നല്ലവണ്ണം വെന്ത് വന്നു കണ്ടോ. ഒന്ന് നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഒഴിക്കും. അതിന് വേണ്ടിയിട്ട് കടുക് വറക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇച്ചിരി എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. അതിലേക്ക് ഒരല്പം നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാം. 2 ചുമന്ന മുളക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി, ഇച്ചിരി ചുമന്നുള്ളി, ചുമന്ന സവോള, അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇച്ചിരി ടൊമാറ്റോ ഇട്ട് കൊടുക്കും. ഒരു ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി. ഇതെല്ലാം റെഡിയായി വന്നു. ടൊമാറ്റോ വെന്ത് വന്നു. മറ്റേ മസാലയെല്ലാം ഫ്രൈ ആയി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഡാൽ കറി ഇവിടെ റെഡിയായി. ഇതിൻ്റെ മേളിൽ കൂടെ ഒരല്പം മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കാം. ഡാൽ കറി റെഡി. നമ്മുടെ മഹാരാഷ്ട്രൻ സ്റ്റൈലിലെ ഡാൽ കറി ഇവിടെ റെഡി.